ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു കുഞ്ഞ് പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആരാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കസിൻ കേട്ടോ, ഫ്രണ്ട്സ്. അപ്പോൾ കസിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ആ കസിനെ വിളിച്ചിട്ട് ഞാൻ പറയണം, ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നറിയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അവൾ എന്താ പറയാമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ബേബിക്ക് 4 മാസമായിട്ടുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ 4 മാസമായിട്ടുള്ളൂ. അപ്പോൾ അവൾ എന്തൊക്കെയാണ് വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ആൾക്ക് അറിയില്ലല്ലോ പ്രാങ്കാണെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും അവളെ ഒന്ന് വിളിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ, ഞാൻ പറയും, ഞാൻ നോക്കിയ ഉടനെ നിന്നെയാണ് വിളിച്ചത്. ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. എനിക്ക് അവർക്ക് പറയാൻ ഒരു പേടിയാവുന്നു. കാരണം 4 മാസമാണല്ലോ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പറയാൻ ഒരു പേടിയാവണടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അവളുടെ റിയാക്ഷൻ എന്ന് നോക്കാം. പിന്നെ എല്ലാവരും പ്രാങ്കിൻ്റെ രീതിക്ക് കാണാം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ബേബിക്ക് 4 മാസമായിട്ടുള്ളൂ. അപ്പോൾ അവൾ എന്തൊക്കെ പറയാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഉണ്ണിൻ്റെ ഫോണിലേക്കൊന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിൻ്റെ ഫോണിലേക്ക് ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ ഇപ്പം എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഓക്കെ, വിളിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഫോൺ വിളിക്കാം, കോൾ എടുക്കാം. ഹലോ ഹലോ. ആ പറയടി. എൻ്റെ ഫോണ് ഇവിടെ ഉണ്ണിക്ക് വേണം പറഞ്ഞിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളിച്ചതാണ്. എനിക്കാണെങ്കിൽ ഇവിടെ പറയാൻ ഭയങ്കര പേടിയാവുക. എടി, എനിക്ക് നീ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. അത് വീട്. ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇതിന് റേഞ്ചുള്ള അവിടെ നിക്ക്. ആ, വെളിയിൽ പോ. ഞാനൊരു കാര്യം പറയട്ടെ. എടി, എനിക്കാണെങ്കിൽ ഇവിടെ പറയാൻ ഭയങ്കര പേടിയാവുക. അതെന്താ വെച്ചാ, എടി ഞാനില്ലേ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിട്ടാ ഞാൻ വീണ്ടും പ്രഗ്നന്റ് അടി. ആടി, അതറിയില്ലെന്ന്. നീ അതെന്താന്നൊക്കെ ചോദിച്ചു ഞാൻ എന്താടി പറയാ. എടി, ഞാൻ സീരിയസ് ആയിട്ടാ പറയണേ. ആ, എന്താ ചെയ്യാ? എന്റെ ഓപ്പണായ അഭിപ്രായം പറയട്ടെ. പറ. പക്ഷെ ഇപ്പൊ വേണമെന്ന് പറയുള്ളൂ. വേണമെന്നാ? വേണ്ടാന്ന്. ആ, അതാണ്. ഇത് നോക്കടി, ഉണ്ണിക്ക് 4 മാസം ലിവറായിട്ടുള്ളൂ. വീട്ടിൽ പറഞ്ഞ നിക്ക്. എനിക്ക് പേടിയായിട്ട് വേണ്ടി. നീ എന്തിനാ പേടിക്കുന്നു? പേടിക്കണ്ട. അല്ല, അപ്പൊ ഇപ്പൊ വേണ്ട കാരണം വെച്ച് പറഞ്ഞാൽ ഓക്കെ. 4 മാസം ഒന്നും പറ്റില്ല. അല്ല, ഒരു ചേച്ചി ഇതുപോലെ ഇങ്ങനെ ആയിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി വലുപ്പം ഒരു വലുപ്പം ആയിട്ടുണ്ട്. അപ്പോൾ അപ്പൊ തന്നെ കുട്ടിക്ക് നോക്കാൻ സംഭവം കാല് കൊടുക്കണതും അതൊക്കെ സംഭവല്ലേ. ഒരാട്ടിന് വന്നു നമുക്ക് അത്ര കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ തന്നെ കുട്ടിക്ക് എന്തായാലും വീട്ടില് എന്തായാലും ഇതാക്കാൻ പറയൂ അവര് ആരായാലും. നോക്കി നോക്കാല്ലേ? എവിടെ വീട്ടിൽ പറയാനാ? ടെൻഷൻ അടിക്കണ്ട. എന്റെ അടുത്ത് പറഞ്ഞ ഇല്ല. സീരിയസ് ആയി പറയണേ. എന്താണ്ടി ഒന്നുമില്ല. അയ്യോ, ശരി, ഞാൻ നിന്നെ വിളിക്കാട്ടാ. എനിക്ക് ടെൻഷനായിട്ട് വയ്യ. ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഏട്ടനടുത്ത് കാര്യം പറയാ. ആരടുത്തും പറയൊന്നും നോക്കണ്ട. ഏട്ടനടുത്ത് പറയാ. അല്ല, ഏട്ടനടുത്ത് പറയാ. അപ്പൊ ഏട്ടൻ പറയല്ലോ. അത് ഇപ്പൊ അമ്മനടുത്ത് അങ്ങനെ ചേട്ടനടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് വീട്ടില് ഇതൊക്കെ പറഞ്ഞാ മതി. സംഭവം അപ്പൂഷൻ ചെയ്യാന്ന് പറഞ്ഞാ ഒരു സംഭവം മരുന്ന്. കാര്യം പറയട്ടെ, ഒരു പ്രാങ്ക് വീഡിയോ അടി. ഞാൻ
വിളിച്ചിട്ട് അത് കേട്ടിട്ടൊന്നുമില്ലല്ലോ. നീ എന്താ എനിക്ക് നീ സത്യമാണ് നിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നോ? നിന്റെ അടിയിൽ നേരം അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണൂട്ടോ, ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്ന് വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദെൻ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.